സ്ത്രീ സുരക്ഷാ പദ്ധതി നിർത്തലാക്കിയ യുഡിഎഫ് സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ആലത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി സമരം സംഘടിപ്പിച്ചു. എൽഡിഎഫ് സർക്കാർ നടപ്പിലാക്കിയ സ്ത്രീ സുരക്ഷാ പദ്ധതി യുഡിഎഫ് സർക്കാർ നിർത്തലാക്കിയെന്നും ഇത് പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധ സമരം നടത്തിയത്. ഗാന്ധി ജംഗ്ഷനിൽ നടത്തിയ മാർച്ച് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം ലീല മാധവൻ ഉദ്ഘാടനം ചെയ്തു. 2020-21 അധികാരത്തിൽ വരുന്ന എൽഡിഎഫ് സർക്കാർ നമുക്ക് വാഗ്ദാനം തന്നിട്ടുള്ള പ്രകടന പത്രികയിലെ ഒരു വിഷയമാണ് വീട്ടമ്മമാരുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്നുള്ളത്. നമുക്കറിയാം, സ്ത്രീകൾ എന്ന് പറയുന്ന നമ്മൾ ഓരോരുത്തരും ഇന്ന് രാവിലെ 9:30 ഇവിടെ എത്തണമെങ്കിൽ നമ്മൾ ഒരുപാട് അതികാലം എണീറ്റ് 4 മണിക്ക് എണീക്കുന്നവരുണ്ട്, അതുപോലെ 5 മണിക്ക് എണീക്കുന്നവരുണ്ട്, 6 മണിക്ക് എണീക്കുന്നവരുണ്ട്. നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്ക് വിടണം. നിരവധിയായിട്ടുള്ള പണികളെല്ലാം ഒരുക്കി തീർത്തിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക. പക്ഷെ നമ്മളോട് ചോദിച്ചാൽ നമ്മുടെ ആളുകൾ പറയും, വീട്ടമ്മമാരായിട്ടുള്ള നമ്മുടെ കുട്ടികൾ അവരത് വെറുതെ ഇരിക്കുകയാണ്, കുട്ടികളെ നോക്കി വെറുതെ ഇരിക്കുകയാണെന്ന് പറയും. അപ്പൊ അവർക്ക് ഈ വെറുതെ ഇരിക്കുന്ന ആളുകൾക്കും അങ്ങനെ വെറുതെ ഇരിക്കുന്നവരല്ല, അവർ പകലന്തിയോളം വീട്ടിൽ രാവിലെ കുട്ടികളൊന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ഡ്രസ്സുകൾ അരക്കണം, ഭക്ഷണം ഉണ്ടാക്കിയ പാത്രം കഴുകണം, ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഭർത്താവും വരുമ്പോഴേക്ക് ഉണ്ടാക്കണം, അതുപോലെ തന്നെ ഉച്ച കഴിഞ്ഞ് കുട്ടികൾ വീട്ടിലെത്തുമ്പോൾ അവർക്കുള്ള സ്നാക്സ് ഉണ്ടാക്കണം. അങ്ങനെ അനവധിയായിട്ടുള്ള രാവിലെ 5 മണിക്ക് എണീച്ചാൽ വൈകുന്നേരം രാത്രി കിടക്കുന്ന 10 മണി വരെയും ഒരു യന്ത്രം കണക്കെ കറങ്ങിക്കൊണ്ട് ഇരിക്കുന്ന നമ്മുടെ വീട്ടമ്മമാർക്കാണ് ഒരു പണിയും ഇല്ലാതെ വെറുതെ ഇരിക്കുന്നു എന്ന് നമ്മുടെ ആളുകളെല്ലാം പറയുക. നമ്മുടെ കുടുംബത്തിലെ ആളുകളും പറയും അവർക്ക് പണിയൊന്നുമില്ല. വില്ലേജ് സെക്രട്ടറി എം രമ അധ്യക്ഷയായി. എ ഷൈനി, അംബിക, ഉദയപ്രഭ എന്നിവർ പ്രസംഗിച്ചു. യുടിവി ന്യൂസ്, പാലക്കാട്.